ഹായ് ഗൈസ്. നമ്മളിന്ന് Q&A ചെയ്യാൻ പോവാ. ടൈം എപ്പോഴാന്ന് അറിയോ? 12:59. 1 മണിക്കാണ് ചെയ്യണത്. ഞാൻ ഉറങ്ങരുത്, എന്നെ ഉറക്കത്തിൽ എണീപ്പിച്ചിട്ട് എന്നോട് വിളിക്കുന്നു പറഞ്ഞിട്ടാണ്. അല്ലേ, ഞങ്ങ ഉറക്കമൊക്കെ ഞങ്ങളുടെ 3 മണിയൊക്കെയാണ്. ഞങ്ങള് ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നതൊക്കെ ഈ ടൈമില് 1 മണി 2 മണി കളി ഒക്കെ ഈ ടൈമിൽ തന്നെയാണ്. അങ്ങനെ അപ്പൊ Q&A ആണ്, ഒരു കമ്മ്യൂണിറ്റി ടാബ് ഇട്ടുണ്ടായിരുന്നു. അപ്പോ അതിലെ ക്വസ്റ്റ്യൻസ്. അതെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നീനു പറയൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ഇക്കയും സൂപ്പറാണ്, ബിഗ് ഫാൻ. അത് ക്വസ്റ്റ്യൻ പിന്നെ എല്ലാ പേര് വായിക്കിട്ടാ. മുബഷീറ ഷാനി എന്ന് പറഞ്ഞിട്ട്, മുഫീദ് ബ്രോ വീഡിയോയിൽ കാണുന്ന പോലെ റിയൽ ലൈഫിലും ഇങ്ങനെ തന്നെയാണോ? ഐ മീൻ ഇത്ര കെയറിങ്, ലവിങ് ആൻഡ് സപ്പോർട്ടിങ് പേഴ്സൺ ആണോ? എന്റെ മുഖത്തേക്ക് അങ്ങോട്ട് പെടാ ആണോ ചോദിച്ചാ പറയട്ടെ, സത്യം പറയട്ടെ. അതെ വെച്ചാലേ അതെ, ഞാനിങ്ങനെ കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങനെ നമ്മ വീട്ടിലേക്ക് കൊണ്ടുവരില്ലേ, അപ്പൊ ഇങ്ങനെ ഞാൻ ഇങ്ങനെ കരഞ്ഞു വിട്ടാ നമ്മ നോർമലി വീട്ടിലേക്ക്. അതെ അതെ, കല്യാണത്തിന് അപ്പൊ നമുക്ക് ഇങ്ങനെ വ്യക്തമായിട്ട് വിഷമായിട്ട് ഞാൻ ഇങ്ങനെ കരഞ്ഞു. അപ്പൊ ഇങ്ങനെ ബീവി പറഞ്ഞേ, ബീവി എന്നിട്ട് പറഞ്ഞതറിയാ, പറയട്ടെ, Q&A സത്യം പറഞ്ഞ ക്രിഞ്ച് Q&A കേട്ടാ. അപ്പൊ ബീവി പറഞ്ഞു, നിന്റെ പൊന്നു പോലെ ഞാൻ നോക്കാൻ നീനോന്ന് പറഞ്ഞു. അന്ന് സീരിയസ് ആയിട്ട് ഭയങ്കര കെട്ടിപ്പിടിച്ചിട്ടൊക്കെ നിന്റെ ഞാൻ ആശാക്കി. പിന്നെ ഞാൻ എന്താ പറയാ, പോരാത്ത എന്നിട്ട് കഴിഞ്ഞു വന്നിട്ട് ഒരു നല്ല ഫോട്ടോ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടുള്ള കരച്ചിലായിരുന്നു. അങ്ങനെ അതെന്തായാലും ആവട്ടെ. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടായിരുന്നു. ഇപ്പൊ ഞാൻ തല്ലിവിടുമ്പോഴൊക്കെ ഞാൻ ബീബിനോട് പറയപ്പോ അന്ന് പൊന്നു പോലെ നോക്കാന്ന് പറഞ്ഞിട്ട് എന്നിട്ട് അതൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറയും, പക്ഷെ പൊന്നു പോലെ അല്ലാട്ടോ, ഇപ്പൊ ഡയമണ്ട് പോലെ നോക്കുന്നുണ്ട്. അപ്പൊ സംഭവം നല്ല കെയറിങ്ങും ലവിങ്ങും. കെയറിങ് ഇടക്കിട്ട് കൂടുതലായിട്ട് ചീത്ത അറിയാന്ന് വെച്ചാൽ മരുന്ന് കഴിക്കാത്തതിനേട്ടാ, മെയിനായിട്ട് അതിനൊക്കെയാണ് തല്ലുവിട്ടുള്ളൂ. കാര്യം നോക്കാണ്ടാവുമ്പോ അല്ലാണ്ട് എനിക്ക് ചെയ്തു തരാനോ എനിക്ക് വേണ്ടിട്ട് അങ്ങനെ ഒന്നും പറയാറില്ല. അതെ, അപ്പൊ പൊന്നു പോലെ നോക്കാറിട്ട് ഡയമണ്ട് പോലെ നോക്കുന്നുണ്ട്. അപ്പം ഫസ്റ്റ് ആയിട്ട് ഔട്ടിങ് പോയ സ്ഥലം ബിഫോർ മാരേജ് ഞാൻ പറയാം. ഫസ്റ്റ് നീനു 10ാം ക്ലാസ്സിലല്ലോ പഠിക്കുന്നു. 10ൽ പഠിക്കുമ്പോൾ നീനുവിനെ ഇവിടെ വെച്ചുകൊണ്ട് ഇരിങ്ങാലക്കുട ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ട്, അവിടെയാണ് ഞങ്ങൾ ഫസ്റ്റ് മീറ്റ്. പിന്നെ ലവ് മാരേജ് ആണോ നിങ്ങളുടെ വീഡിയോ? പ്രത്യേകിച്ച് കുക്കിംഗ് വ്ളോഗ് 122 ചലഞ്ച് പ്രാങ്ക് പ്രത്യേകിച്ച് വേണമെന്ന് പറഞ്ഞിട്ട്. എന്താന്ന് വെച്ചാലേ ഞങ്ങൾ ശരിക്ക് എന്താ പറയാ, ചലഞ്ച് ചെയ്യലൊക്കെ, പക്ഷെ നല്ലൊരു ചലഞ്ച് എന്താ ചെയ്യണ്ടേന്ന് കിട്ടണില്ല. അതൊന്നാമത്തത്. പ്രാങ്ക് എന്ന് വെച്ചാല് എങ്ങനെ എടുക്കാന്നൊരു ഐഡിയ ഇല്ല. പിന്നെ വെച്ചാല് പോസിബിൾ അല്ല, നമ്മള് ഡ്രസ്സിങ് കാര്യങ്ങളൊന്നും, പിന്നെ അഭിനയിക്കേണ്ടി വരും പ്രാങ്ക്. അതെ, എനിക്ക് ഇപ്പൊ ബീബീനെ അല്ലെങ്കിൽ ഷാഡോ അല്ലെങ്കിൽ ഞാൻ ചിലപ്പോ ഏത് കുളത്തിലാണോ നീ ഏത് കുളത്തിലാണോ എന്നൊന്നും പറയാൻ പറ്റൂല. ബീബീന് ഇപ്പൊ പ്രാങ്ക് ചെയ്യണമെങ്കിൽ ഇപ്പൊ ക്യാമറ ഹാളിൽ വെച്ച് നിൽക്കാം, ഹാളിൽ നിന്ന് റൂമിലേക്ക് പോകുമ്പോ അങ്ങനെയൊക്കെ ഇതാക്കണ്ടേ, അതൊന്നും നടക്കൂല. പിന്നെ അഭിനയിക്കണം. അല്ല പിന്നെ. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അർഫീന അഫ്രിൻ 13. ബേബിക്ക് ഏജ് എത്രയാ? യൂട്യൂബ് മാത്രമാണോ അതോ വേറെ ജോബ് ഉണ്ടോ? ബേബിക്ക് എത്ര ഏജ് ആയി? അത് 1 കൊല്ലം 2 മാസം, 1 വയസ്സ് 2 മാസം. യൂട്യൂബ് മാത്രമാണോ വേറെ ജോബ് ഉണ്ടോ? വേറെ ജോബ് ഉണ്ട്, എനിക്കുണ്ട്. നീന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇപ്പൊ PG ചെയ്തോണ്ടിരിക്കുകയാണ് 2nd ഇയർ. പിന്നെ യൂട്യൂബ് വരുമാനം ഉദ്ദേശിക്കുന്ന അതിന് മാത്രം വരുമാനം ഞങ്ങൾക്ക് കിട്ടണം. യൂട്യൂബ് മാത്രമാണ് ചിരി വന്നത്. യൂട്യൂബ് മാത്രമാണ് ചോദിക്കുമ്പോ വരുമാനം കൂടുതൽ ഇതിൽ നിന്ന് കിട്ടണമെന്നില്ല. ഞങ്ങള് പിന്നെ വീഡിയോസ് ഒക്കെ ഇടണം, നിങ്ങൾക്ക് അല്ല. പിന്നെ ഒരിക്കലും നമ്മ യൂട്യൂബിൽ നിന്ന് അത്ര വരുമാനം കിട്ടിയാലും നമ്മ യൂട്യൂബ് മാത്രമായിട്ട് നിൽക്കില്ലല്ലോ. പിന്നെ എനിക്ക് എന്റെ പണി നോക്കണ്ടേ. അതെ. ഇതെന്താ പഠിക്കണേ? ഞാന് MA ലിറ്ററേച്ചർ 2nd ഇയർ. ഇത്ത ഭയങ്കര ക്യൂട്ട്. അത് മാത്രമാണ് പറഞ്ഞു കുട്ടി. അർഫീന. ഇനി അടുത്തത് അഹ്സാന.
ലവ് സ്റ്റോറി ഫസ്റ്റ് മീറ്റ് ആദ്യം ആരാണ് ഇഷ്ടം പറഞ്ഞത്. ലവ് സ്റ്റോറി എന്തായാലും ഞങ്ങള് ഇത്രയും നാള് എന്താ പറയാ നമ്മ ലേഖ അടുപ്പിച്ച് കൊണ്ടുപോയി ഇടാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഇടാനുള്ള സാഹചര്യം ഉണ്ട്. പക്ഷെ എന്തായാലും എന്താ പറയാ ഡിസംബർ 26 ഞങ്ങളെ വെഡിങ് ആനിവേഴ്സറി ആണ്. വെഡിങ് ആനിവേഴ്സറി എന്ന് പറയല്ലേ, സർപ്രൈസ്. പോടി അവിടുന്ന് സർപ്രൈസ്. ഡിസംബർ 26 ഞങ്ങളെ വെഡിങ് ആനിവേഴ്സറി. അന്ന് ഞങ്ങൾ ഇട്ടിരിക്കും ലവ് സ്റ്റോറി. അപ്പൊ അങ്ങനെ ലവ് സ്റ്റോറി ഫസ്റ്റ് മീറ്റ് നമ്മ പറഞ്ഞു ആദ്യം ആരായിരിക്കും പറഞ്ഞിട്ടുണ്ടാ ലവ് സ്റ്റോറി പറയാ. അതെ, റിലേഷൻ വീട്ടിലറിഞ്ഞപ്പോ സീന് അതും ലവ് സ്റ്റോറിയിൽ. പിന്നെ സബാസാബ്സ്, നിങ്ങളിൽ ആരാണ് കൂടുതൽ ക്രിഞ്ച്? അത് നീനു തന്നെ. അത് നിങ്ങൾക്ക് വ്ലോഗ് കാണുമ്പോ അറിയാം ആരാ ക്രിഞ്ച്. അവര് കമന്റ് ആയിട്ടേ നിങ്ങൾക്ക് തോന്നുന്നു ഞങ്ങളെ കണ്ടിട്ട് ഞങ്ങളിൽ ആരാണ് കൂടുതൽ ക്രിഞ്ച് എന്നുള്ളത് നിങ്ങൾക്ക് തോന്നണത്. നിങ്ങൾ കമന്റ് ചെയ്യും. പാറ്റ വരുന്നു എടുത്തോണ്ട് എന്നിട്ട് പറയാ എന്നെ ക്രിഞ്ചാന്ന് തോന്നാൻ കാരണം എന്താ നിനക്ക്? അവര് പറയട്ടെ. ഇല്ല, നീ പറ. പിന്നെ ആരാ നമ്മളതിൽ ക്രിഞ്ച്? ഞാനാ തോന്നാൻ കാരണം ഉണ്ടല്ലോ, നിങ്ങ ക്യാമറയിൽ ഇതൊന്നും കാണില്ല, ഡാൻസൊക്കെ കളിക്കും, അതൊക്കെ കണ്ട ചിരിച്ചു ചാവ്. അങ്ങനത്തെ ഒരു നീന് പക്ഷെ എന്താ പറയാ, ഞാൻ തമാശക്ക് ഓരോന്ന് ചെയ്യുമ്പോ ക്രിഞ്ചായിട്ട് തോന്നും. പക്ഷെ നീ സീരിയസ് ആയിട്ട് ക്രിഞ്ചാണ്. അങ്ങനെ ക്രിഞ്ചായിട്ട് ഓരോ സാധനങ്ങളൊക്കെ ചെയ്യും. പിന്നെ ഇയാളെന്നെ ഈ സാബ്സ് തന്നെ പറഞ്ഞിട്ട് ബൈ ദ വേ രണ്ടുപേര് ഒരുപാട് ഇഷ്ടമാണ്, വ്ളോഗ്സ് ഒക്കെ എപ്പോഴും കാണാറുണ്ട്, യു ബോത്ത് ലുക്ക് സോ ക്യൂട്ട് ടുഗദർ. പിന്നെ സെക്കൻഡ് ബേബി പ്ലാനിങ് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ബേബി പ്ലാൻ ഞങ്ങൾക്ക് പ്ലാനിങ് ആയിരുന്നില്ല. അതെ, പ്ലാൻഡ് ആയിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് സെക്കൻഡ് എന്തായാലും പ്ലാനിങ് ആയിരിക്കും. മിനിമം ഒരു 4-5 years, മിനിമം 4 മാക്സിമം 5 അതാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ആര് ചോദിച്ചിട്ടുള്ളത്? അത് അനൂഫാസ്മിയ അങ്ങനെ എന്തോ ഒരു പേരാണ്. പിന്നെ അജ്മൽ ഷാ, നിങ്ങൾ രണ്ടുപേരും ജോലി എന്താണ്? ഇതുവരെ എന്തുവരെ പഠിച്ചു രണ്ടുപേരും? ജോലി ഇപ്പൊ ഞാന് എന്താ പറയാ കിഡ്സ് വെയറിന്റെ ഹോൾസെയിലാണ് ചെയ്യുന്നത്. ഓൺ ബ്രാൻഡാണ്. ഹോപ്പ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ് ചെയ്യുന്നത്. അത് മുന്നൊരു വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഇപ്പൊ ചോദിച്ചപ്പോ അപ്പൊ അവർ കൂടി വേണ്ടി. പിന്നെ പഠിച്ചത് ഞാൻ ഡിഗ്രിയാണ് പഠിച്ചത്. പിന്നെ എന്നിട്ട് പഠിച്ചിട്ട് ഡിഗ്രിക്ക് പോയിരുന്നത്. നീനു പറഞ്ഞോ? ഞാൻ പറഞ്ഞല്ലേ MA ലിറ്ററേച്ചർ സെക്കൻഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ എന്താണ് ഫോണിൽ നെയിം സേവ് ചെയ്തത്? ഇതിപ്പോ ഒരു കോമഡി ഉണ്ട് കേട്ടാ. ഫസ്റ്റ് നീനുവിനെ ഞാൻ സേവ് ചെയ്തത് നീനു എന്നായിരുന്നു തോന്നുന്നുണ്ട്. ഫസ്റ്റ് ഞങ്ങൾ പരിചയപ്പെടുന്ന ടൈമില്. പിന്നെ റിലേഷനൊക്കെ ആയ ടൈമില് അടുത്ത് ക്രിഞ്ചിട്ടാ കൽബ് മൂവി കാണുമ്പോഴാണ് കൽബ് മൂവി കണ്ടത് കഴിഞ്ഞിട്ട് ഇന്ന് ഞങ്ങൾ ജസ്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് വായിച്ചിരുന്നു. മീൻസ് ഇങ്ങനെ കമന്റ് വന്നിരുന്നപ്പോൾ ഞങ്ങൾ കണ്ടിരുന്നു കേട്ടോ. അപ്പം എന്താണ് ഇന്ന് എന്നിട്ട് ബിബി വന്ന് പറയാ, ഞാൻ ആദ്യം എന്നിട്ട് സേവ് ചെയ്തിരുന്നെന്ന് അറിയാം നിന്റെ കൽബ്. ഞാൻ 2 മിനിറ്റ് ഇരുന്ന് ചിരിച്ചു. അങ്ങനെ എന്നിട്ട് ബാക്കി പറഞ്ഞത് കേക്ക്. ആദ്യം ഹൃദയത്തിട്ടൊക്കെ പിന്നെ എന്റെ പേരൊന്ന് സേവ് ചെയ്ത് ഞാൻ ആദ്യം സേവ് ചെയ്തിരുന്നത് അഗ്നിത പറഞ്ഞിട്ട് എന്റെ ക്ലാസ്സിലത്തെ ഒരു കുട്ടിയുടെ പേര്. ഇപ്പൊ എന്റെ സേവ് ചെയ്യുന്നത് ബീബിയുടെ നീനുച്ച്. ഞാൻ ബീബൂച്ച് എന്തൊക്കെ എന്താ പറയാ, നിങ്ങൾക്ക് ഇതൊക്കെ കേൾക്കുമ്പോ എന്ത് തോന്നണാവോ? പിന്നെ അമി അലി, നിങ്ങളുടെ ഫസ്റ്റ് മീറ്റ് പറ. അമി അലി എന്റെ കസിനാണ്. ഞങ്ങളെ ഫോട്ടോസ് ഒക്കെ എടുത്തു തരുന്നത് അവനാണ് എടുത്തിരുന്നത്. ഫോട്ടോഗ്രാഫറാണ് കേട്ടോ. നിങ്ങളുടെ ഫസ്റ്റ് മീറ്റ് പറഞ്ഞു. പിന്നെ എന്തിന്റെ അടുത്ത് ഓക്കെ. പിന്നെ ലവ് സ്റ്റോറി പറഞ്ഞില്ലേ, ഡിസംബർ 26 എക്സ്ക്ലൂസീവ്. പിന്നെ ഹാപ്പി ലേഡി ചോദിച്ചിട്ടുണ്ട്, ലവ് ടൈമിൽ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ചെയ്ത കാര്യമുണ്ടോ? ഉണ്ടെങ്കിൽ പറ. റിലേഷൻ ടൈമിൽ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിട്ട്
എന്താ പറയാ, നീ പറ. നീ പറ ആദ്യം, എന്നാലും എനിക്കൊരു ഐഡിയ കിട്ടുള്ളൂ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം. നീ പറ. ഇംപ്രസ് ചെയ്യാനാ? എന്താണ് വൃത്തിയില് വരാൻ നോക്കും. ശരിയാട്ടാ. അല്ലെങ്കിൽ ഞാൻ റൊട്ടേറ്റ് മീ ടൈമിന് പുട്ടിയൊക്കെ ഇട്ട് സ്പ്രേ ഒക്കെ അടിച്ച് സെറ്റ് ആയിട്ട് വരാട്ടാ. സാധനം ഇപ്പൊ കുളിക്കൂല. നീയാ? ഞാൻ എന്തുട്ടാ, ഞാൻ മീറ്റിന് പോകുമ്പോ നല്ല മറ്റേ സ്പ്രേ ഒക്കെ മറിയോ ബോഡി ലോഷനൊക്കെ ചെയ്ത് നല്ല നല്ല വൃത്തിയിലാണ് വരാ. പിന്നെ ഇപ്പഴായാലും ഞാൻ വൃത്തിയിൽ തന്നെ നടക്കണത് നിന്നെ പോലല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. വർക്ക് ചെയ്യില്ലേ മൈക്ക്? ഹല മോളെ ഈറ്റിന്റെ ഇടയിൽ ചെയ്യോ? അതൊന്നും തിന്നില്ല. ചോദിച്ചത് സഫാറിയാസ്. അതെന്താ വെച്ചാല് ഒരു ദിവസം കഴിക്കുന്ന നാളെ കഴിക്കുക. അതെ. അത് കാരണം പിന്നെ എന്താ പറയാ, ഹലമോളെ ഈറ്റിന്റെ ഇടയിൽ ഞാൻ ആർക്കും റെക്കമെൻഡ് ചെയ്യില്ല. കാരണം ഒരു വയസ്സായ കുട്ടി തിന്നണ പോലെയല്ല അവള് കഴിക്കണത്. തീരെ ഇപ്പോഴും കൂടുതൽ കഴിക്കണ. അങ്ങനെ. നൗഫിയ ഷക്കീർ സുഖായിരിക്കുന്നു എല്ലാവരും? സുഖായിരിക്കണം. സുഖം. പിന്നെ ഹൂ ഈസ് യുവർ സെലിബ്രിറ്റി ക്രഷ്? റാഷ് സ്റ്റോറി. സെലിബ്രിറ്റി ക്രഷ് ഇപ്പൊ അങ്ങനെ എനിക്ക് സ്കൂൾ ടൈമിലൊക്കെ ക്രഷ്. അതുകൊണ്ട് സ്കൂൾ ടൈമിലൊക്കെ എനിക്ക് ഭയങ്കര തൃഷേനെ ഭയങ്കര ഇഷ്ടമായിരുന്നു, ഞാൻ പറഞ്ഞിട്ടില്ലേ. പിന്നെ കോളേജ് അത് വലുതായി ഒരു കോളേജൊക്കെ ആയപ്പോ തൃശ്ശൂരോട് താല്പര്യം പോയി. പിന്നെ അങ്ങനെ കോളേജിലത്തെ പിള്ളേരോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. കോളേജിൽ ക്രഷൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അപ്പൊ അതെന്റെ ക്രഷ് പറഞ്ഞു. ഞാൻ നിന്റെ പറ. ഇപ്പൊ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ആരും ക്രഷ് അടിക്കാറില്ല. അങ്ങനെ നിന്റെ പറയടോ. എന്റെ ഇപ്പൊ ഞാൻ ആലോചിച്ചോണ്ടിരിക്ക സൂര്യ ക്രഷണെന്നാ. സൂര്യ എനിക്ക് അങ്ങനെ വലിയ ഒന്നും തോന്നിയിട്ടില്ല. പക്ഷെ ഗൈസ് ദുൽഖർ സൽമാനേലും എനിക്ക് ഇഷ്ടം എന്റെ മോനാണ്. ദുൽഖർ സൽമാനേലും ഭംഗിയില്ലേ? എനിക്ക് ഇത്ര കേൾക്കുമ്പോ ദേഷ്യം വരും. അത് എന്നെ ഇടയ്ക്ക് ഞാൻ കാണുമ്പോ ഉള്ള ഫീലാണ്. കാര്യമായിട്ടേക്ക് ദുൽഖറിനേലും ഇഷ്ടം. ദുൽഖറിനെ ഭയങ്കര ഇഷ്ടമാണ്. അത് തന്നെ എപ്പോഴും പറയും. അപ്പൊ ഞാൻ പറയാ ദുൽഖറിനേലും ഭംഗിയുണ്ടല്ലോ ബീബീന്. പിന്നെ ഹാപ്പി ലേഡി നിങ്ങളുടെ ഒരുമിച്ചുള്ള ഫസ്റ്റ് ഫോട്ടോ എന്താ സംഭവം? സംഭവം എനിക്ക് പണ്ട് ഐഫോണില് ഫോട്ടോ എടുക്കണത് തീരെ ഇഷ്ടമുണ്ടായില്ല. എന്റെ മുഖം വേറെ എന്തൊക്കെയോ പോലെ എനിക്ക് തോന്നും. അപ്പൊ അത് അടിയില് കൊടുക്ക ഇങ്ങനെ ഇതാക്കൂല. അപ്പൊ ബിബിയുടെയിലാണെങ്കിൽ ഐഫോണാണ്. അപ്പൊ ഞാൻ തീരെ ഫോട്ടോ എടുക്കാൻ സമ്മതിക്കില്ല. എനിക്ക് B612 ഒക്കെ വേണം, UK ഒക്കെ. ബിബി ഇത് കൊണ്ടുവരെ തീരെ. അതുകൊണ്ട് ഞങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഫസ്റ്റ് ഫേസിത്തെ ഫോട്ടോ അങ്ങനെ തീരെ ഇല്ല. ഉള്ളത് ബാക്ക് തിരിഞ്ഞിക്കണ ഫോട്ടോ. പിന്നെ എന്താണ് ഏജ് ചോദിച്ചിട്ടുണ്ട്. ലൗഡ് ക്രിയേറ്റീവ്. അതുകൊണ്ട് ഏജ് ചോദിച്ചിട്ടുണ്ട്. ലൗഡ് ഏജ് എനിക്ക് 30, നീനുന് 22. ഈ മാസം 31 ആവും. പിന്നെ 10th റിസൾട്ട് ബ്രോ. 10th റിസൾട്ട് പോത്ത് അനീസ. ഞാൻ 2009 10th പാസ്സായത്. ഞാൻ ഇതേപോലെ 2017. എന്റെ എന്തുട്ടാ 2A+ 1A. എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. എനിക്ക് അങ്ങനെ ഓർമ്മയില്ലെങ്കിൽ പെർസെന്റേജ് അറിയുള്ളൂ. എന്റെ 78%. എനിക്ക് 70 above ഉണ്ട്. പഠിക്കൊന്നുമില്ല, വെറുതെ എക്സാമിന്റെ ടൈമിൽ ഇരുന്ന് പഠിച്ചതാണ്. ഇതൊക്കെ പേടിച്ചതാണ്. 10th. പിന്നെ ഹാപ്പി ലേഡി ചോദിച്ചിട്ടുണ്ട്. ഹാപ്പി ലേഡി എനിക്ക് ഇഷ്ടായിട്ടാ. അത് കൊറേ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. രണ്ടാളുടെയും ആഫ്റ്റർ മാരീഡ് ലൈഫ് എക്സ്പീരിയൻസ്. സൈലന്റ് ഒക്കെ സാധനം സത്യം പറയാല പൈസ കയ്യിൽ വേണം. അതാണ് ആഫ്റ്റർ മാരീഡ് ലൈഫ് എക്സ്പീരിയൻസ്. അതന്നെ ആദ്യം ചെലവ് കൂടുതലാന്നല്ലേ? ആദ്യം എനിക്ക് പൈസ കണ്ടോളൊന്നുണ്ടായില്ല ചെലവാക്കണേല്. സേവ് ചെയ്തിരുന്നു. പക്ഷെ അത് കല്യാണൊക്കെ ആയിട്ട് അങ്ങനെ നല്ല അടിച്ചു പൊളിച്ച്. പിന്നെ അതിന് മുന്നേ ആയാലും അത്യാവശ്യം നല്ല അടിച്ചു പൊളി. എനിക്കിപ്പോ ഒരു സാധനം കണ്ട് ഇഷ്ടപ്പെട്ടു വാങ്ങും.
പിന്നെന്താ ഫുഡ് ആയാലും എന്തായാലും ഞാൻ വാങ്ങുന്നു. ഇപ്പൊ അങ്ങനില്ല. ഇപ്പൊ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടാണ് പൈസ ഞാൻ ചെലവാക്കണത്. എന്നിട്ട് കയ്യില് നിക്കണില്ല. എന്റെ ആഫ്റ്റർ മാരീഡ് ലൈഫ് എക്സ്പീരിയൻസ് പറയണ്ടേ? പറയൂ. ഞാൻ മെച്ചൂർഡായി. ഇതിനിട്ടാ മെച്ചൂരിറ്റി. അപ്പൊ ആലോചിച്ചൊക്കെ പണ്ട് എങ്ങനെയായിരുന്നു എന്തൊക്കെയാ? ഇല്ല, കുറച്ചൊക്കെ ഇങ്ങനെ മെച്ചൂർഡായി അങ്ങനത്തെ ഒരു ഇതില്. പിന്നെ ഹാരിസ് ചോദിച്ചിട്ടുണ്ട്, നിങ്ങളുടെ രണ്ടാളുടെയും ഫാമിലി ആൻഡ് സിബ്ലിങ്സ് ഇതിന് ആൻസർ തരാതെ പോകരുത്. നിങ്ങളുടെ വീഡിയോ കാണുന്ന ഒരാളാണ് ഞാൻ. ലവ് യു ഗൈസ്. പറയാം, വീട്ടിലിപ്പോ ഉമ്മയും ഉപ്പയും, പിന്നെ എനിക്കൊരു ഇക്ക, ഇത്ത, പിന്നെ ഞങ്ങൾ 3 മക്കളാണ്. അതന്നെ. ഇക്കടെ കല്യാണം കഴിഞ്ഞു, ഇത്തടെ കല്യാണം കഴിഞ്ഞു. ഞാനാണ് ചെറുത് വീട്ടിലെ. എൻ്റെ ഉമ്മ, പപ്പ, അനിയൻ. പിന്നെ നിങ്ങളെ ഫാമിലി കാണിക്കാമോ? സഫ്ന ഷെറിൻ. ഫാമിലി കാണിക്കാൻ എന്താ പ്രശ്നം എന്ന് വെച്ചാല് അവർക്ക് താല്പര്യമില്ല ക്യാമറയുടെ മുന്നിൽ വരാൻ. ഞങ്ങള് ചെയ്യുന്നതിൽ അവർക്ക് കുഴപ്പമില്ല. എന്നാലും കുറെ കുടുംബക്കാരിങ്ങനെ സ്ക്രൂ ചെയ്ത് കൊടുക്കുമ്പോ ഇടയ്ക്കോ പറയും ഇങ്ങനെ ഓരോന്ന്. എന്നാലും ഉമ്മാക്ക് പ്രശ്നമില്ല. സത്യത്തിൽ ഉമ്മാക്ക് പ്രശ്നമൊന്നുമില്ല, ഉപ്പാക്ക് പ്രശ്നമൊന്നുമില്ല, തീരില്ല. എന്നാലും ഇങ്ങനെ മഴ ഫാമിലിന്നും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഓരോന്ന് പറയും. അങ്ങനെ ഉണ്ട്. അപ്പൊ ഇടയ്ക്കുമ്പോ പറയും. ഉമ്മാക്ക് സത്യത്തിൽ ഇഷ്ടക്കുറവൊന്നുമില്ല. പിന്നെ റാഷ് സ്റ്റോറി ചോദിച്ചിട്ടുണ്ട്, വാട്ട് മേക്സ് യു ക്രിഞ്ച്? എന്ത് നമ്മളെ ക്രിഞ്ചായിട്ട് തോന്നാവുന്ന? മൈക്കൊക്കെ തല്ലി പൊളിക്കേണ്ട ഉറക്കത്തിൽ വിളിച്ചേല്. ഉറക്കത്തിൽ വിളിച്ച ഞാൻ പറഞ്ഞല്ലോ വിളിച്ചേ. എന്താണ് എനിക്കങ്ങനെ ക്രിഞ്ചായിട്ട് ഒന്നുമില്ലടോ. എനിക്കെന്തുള്ള എന്തെങ്കിലും ഒരു സംഭവം പറഞ്ഞ പോരെ. ഇപ്പം നമ്മ മിഞ്ഞാന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ റീൽസ് കാണായിരുന്നു കേട്ടോ. അതെന്തോ ഒരു വൈറ്റനിങ് ക്രീമിൻ്റെ, അയിന വൈറ്റനിങ് ക്രീമോ അതിൻ്റെ എന്താ അങ്ങോട്ട് പ്രമോഷൻ. അപ്പം എങ്ങനെയാണ് പ്രമോഷൻ എന്ന് വെച്ചാൽ ഭയങ്കര സീരിയസ് ആയിട്ട് നല്ല ക്യാമറ ആംഗിള് അങ്ങനെയൊക്കെ അവർ വീഡിയോ എടുത്തേക്കാണ്. അത് ഓർമ്മയില്ലേ നിന്നെ? ഞാൻ കാണുമ്പോൾ ഇങ്ങനെയാന്ന് വിചാരിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു റീല്. അത് ശരിക്കും നല്ലൊരു കണ്ടന്റ്. കുഴപ്പമില്ലാത്ത കണ്ടന്റ് എന്ന് വെച്ചാൽ നല്ല ക്യാമറയും നല്ല ആൾക്കാരും അങ്ങനെയൊക്കെ. പക്ഷെ എന്തൊക്കെയോ ഭയങ്കര ഒരുമാതിരി സാധനം. അതല്ല, അപ്പൊ അങ്ങനത്തെ റീലൊക്കെ കാണുമ്പോ എനിക്ക് ക്രിഞ്ചായിട്ട് തോന്നലുണ്ട്. അത് ലാസ്റ്റ് അതിനാ വൈറ്റനിങ് ക്രീം എന്ന് പറഞ്ഞിട്ട് മാസം നടത്തൊക്കെ. പക്ഷെ അതൊക്കെ എനിക്ക് ആദ്യം ക്രിഞ്ചായിട്ട് അയ്യേ അതൊക്കെ ആദ്യം എനിക്ക് ക്രിഞ്ചായിട്ട് തോന്നലുണ്ട്. പിന്നെ ഇപ്പൊ എനിക്ക് അതൊന്നും ക്രിഞ്ചായിട്ട് തോന്നലില്ല. കാരണം പറയട്ടെ, ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണിത് പറഞ്ഞു തീർക്കണ്ടേ. തോന്നലില്ല. കാരണം ഞങ്ങളും അങ്ങനെ ഓരോ ക്രിഞ്ചുകൾ ചെയ്യണ കാരണം ഇപ്പൊ പ്രത്യേകിച്ച് ഒന്നും ക്രിഞ്ചായിട്ട് തോന്നലില്ല. അങ്ങനെ അതെന്ന് വെച്ചാല് അതിന്റെ പിന്നിൽ അവര് എഫേർട്ട് ഉണ്ടാവുമല്ലോ. അപ്പൊ നമ്മ അതിനെ ക്രിഞ്ചായിട്ട് കാണരുത്. വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര കഷ്ടപ്പാടാണ് ഗൈസ്. അതെ, ഞങ്ങൾക്ക് അഭിനയിക്കാൻ അറിയില്ല. മറ്റേ സാധനമൊക്കെ ഇല്ല, അങ്ങനെ ഡാൻസ് മാത്രം അറിയുള്ളൂ. അങ്ങനെയല്ല, പിന്നെ അറിയണത് അതാണ്. ബാക്കിയൊക്കെ സീനാണ്. എന്തൊരു സാധനം അഭിനയിച്ചില്ലേ അങ്ങനത്തെ സാധനങ്ങളൊന്നും. അപ്പൊ അങ്ങനെ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ഡിസംബർ 26-ന് അല്ല നീനു പൊളിക്കണ്ടേ? അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഡിസംബർ 26-ന് കാണാം. ബൈ ബൈ. അപ്പൊ ഞങ്ങള് നാളെ നാട്ടിലേക്ക് പോവും. അവിടെ കുറച്ച് പരിപാടീസ് ഉണ്ട്, കുറച്ച് അങ്ങനെ. ഈ വീഡിയോ ഈ വീഡിയോ നമുക്ക് എന്തെങ്കിലും ഈ ആഴ്ച. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, കമന്റ് ചെയ്യാ. ഒന്നും ചെയ്യണ്ട, സബ്സ്ക്രൈബ് ചെയ്താൽ മതി. കമന്റ് ചെയ്യണേ. പിന്നെ പിന്നെന്തിട്ട് വേറെ എന്തോട്ടെ സാധനം വല്ലവർക്കും വേണമെങ്കിൽ എടുത്തുണ്ടാക്കും. കണ്ട കേസ് ഇതാണ് പറഞ്ഞപ്പോ എന്റെ പോലെ നോക്കുന്നൊക്കെ പറഞ്ഞിട്ട്